ശാസ്ത്രജ്ഞർക്ക് വിലക്കിട്ട് അസാധാരണ നിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് സർക്കാർ. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ അസാധാരണ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ മേപ്പാടി സന്ദർശിക്കരുതെന്നാണ് നിലവിലെ നിർദ്ദേശം. അഭിപ്രായങ്ങളും പഠന റിപ്പോർട്ടുകളും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്നും ഉത്തരവിലുണ്ട്. പഠനം നടത്തണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടെന്ന് മുൻപേ തന്നെ മുന്നറിയിപ്പ് നൽകിയതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും സർക്കാർ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല എന്ന വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുമ്പോഴാണ് ഈ അസാധാരണ നിർദ്ദേശം ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തണമെങ്കിൽ കൃത്യമായി അനുമതി വാങ്ങണമെന്നും ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. മേപ്പാടി ദുരന്തബാധിത മേഖലയാണെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ തുരങ്കപാത ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ വൻകിട പദ്ധതികൾക്കെതിരെ വിമർശനം ഉയരാനുള്ള സാധ്യത മുൻപിൽ കണ്ടാണ് ഈ നടപടിയെന്ന് ആക്ഷേപവുമുണ്ട്. ഈ ഉത്തരവിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനം ഉയർന്നതോടെ ഉത്തരവ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി രാത്രിയോടെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക സ്ഥാപനങ്ങൾക്കും മേപ്പാടി പഞ്ചായത്തിൽ വിലക്കുന്ന ഉത്തരവ് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് അത്തരം നയമില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഉടനെ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്നും ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതാണ് ഈ രണ്ട് വകുപ്പുകളും. ദുരന്ത മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തണമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ അനുമതി നേടിയിരിക്കണം എന്നും കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ദുരന്തത്തിന് കാരണമായവയെക്കുറിച്ചും മറ്റുമുള്ള ചർച്ചകൾ ഉയർന്ന സാഹചര്യത്തിൽ ഇതിനെ ഇല്ലാതാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഈ വിലക്കെന്ന് ശാസ്ത്ര സമൂഹത്തിനുള്ളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ദുരന്ത മേഖലകളിൽ റോഡുകൾ തകരുകയും മറ്റും ചെയ്യുമ്പോൾ ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും അത് മുന്നോട്ടുള്ള റോഡ് വികസനത്തിലടക്കം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നാറ്റ്പാക് പോലുള്ള സ്ഥാപനങ്ങൾ. അതുപോലെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിലെ അടക്കമുള്ള ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും ദുരന്ത മേഖലകളിൽ ഒട്ടേറെ വിവരങ്ങൾ ശേഖരിക്കാനുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം തടയിടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയതെന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ ആരോപണം.